സമ്പാദ്യം മുഴുവൻ കുഴിച്ചിട്ടേക്കണമെന്ന് പറയുമ്പോൾ യവനെയൊക്കെ ഒരു കാര്യത്തിന് വിളിച്ച ആ സമയത്ത് വരെയില്ല. ഇങ്ങനെ കുറേ കൂട്ടുകാരന്മാർ. കട്ട് ചെയ്തേക്കണം അവൻ. കട്ടി അളിയാ, അളിയും വിളിക്കണ്ട, ഞാൻ ഇവിടെ എത്തുകൊണ്ടല്ലേ കട്ട് ചെയ്തത്. നീ ഇപ്പം എന്നെ മറച്ചിട്ടല്ലോ അളിയാ. അതെ, വളരെ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ അളിയനോട് പറയാൻ പോവുകയാണ്. എന്ത്? വളരെ നിഗൂഢമായൊരു രഹസ്യമാണ്. ഇതിപ്പോൾ ഞാനല്ലാതെ രണ്ടാമതൊരാൾ കൂടെ അറിയാൻ പോവുകയാണ്. നീ ഇത് വേറെ ആരോടും പറയരുത്. ഞാൻ പറയല്ല, അളിയ പറ. ഇതൊരു കത്തല്ലേ? ഇതാണ് മാപ്പല്ലേ? അളിയ, നിധി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്ന ഒരു മെഷീനുണ്ട്. അതൊന്നും വേണ്ട. നിധി ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചളിയാ. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് എടുത്തുകൂടിയത്. അത് എടുക്കാമെന്ന് പറഞ്ഞാൽ കനകൻ്റെ ബെഡിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. കനകൻ്റെ റൂമിലെ ബെഡിൻ്റെ അടിയിൽ. ശരി, പിന്നെന്താ കുഴപ്പം? അങ്ങ് എടുത്താൽ പോരെ? എടാ പൊട്ട, ജയമന്തി അവിടെ ഉണ്ട്. അവൾ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ എടുക്കും? അവൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളിയാ. എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ചിട്ട് പിടിയിട്ടല്ലേ ഉണ്ടല്ലേ. ജമന്തി ഓടിക്കുക ഒരു വകുപ്പുണ്ട്. എന്ത്? അവൾ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ പറയണം. അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷേ എന്താണ് ഈ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാത്ത? ഇത് ഏപ്രിൽ ഫൂളൊന്നും അല്ലല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നടരാജനെ വിളിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചെങ്കിൽ വരാൻ പറയാം. ആ ഓട്ടോറിക്ഷയിൽ തന്നെ ജമന്തിയെ കയറ്റി വിടാം. അപ്പം അച്ഛൻ മരിച്ചു എന്ന് പറയാല്ലേ? പിന്നെ പറ. അതെ, എൻ്റെ ജീവിതത്തിൽ ഒരു വഴി തെളിയുമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടറിവേ ഉള്ളൂ. പക്ഷെ ഇപ്പം കർത്താവ് എൻ്റെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് നമ്മൾ രക്ഷപ്പെട്ടു. അളിയൻ പറ. ഞാൻ പറയുന്നത് എങ്ങനെയാ? ഞാൻ പറയാല്ലേ? വിളിച്ച് പറയാലേ. പിള്ളിയാളിയാ. ജമന്തി, ജമന്തി, എന്തോ ഒന്നെങ്കിൽ വന്നേ. എന്താ വീട്ടോ ചേട്ടാ? ഒന്നുമില്ല. എന്താ ഈ വിധി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കാർക്കും മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് വിധിയാണല്ലോ. എന്ത് പറ്റി? തളരരുത്. എന്താ വീട്ടോ ചേട്ടാ? ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. മനസ്സിനെ പിടിച്ചു നിർത്തണം. അതെ, ആ വലി നിലച്ചു. എന്ത്? അല്ലെങ്കിൽ തന്നെ എത്രയെന്നും പറഞ്ഞാൽ വലിച്ചു വലിച്ചു കിടക്കണല്ലേ. എന്താ? ഒന്ന് പറ കാര്യം. ജമന്തിയുടെ അച്ഛൻ പോയി. എനിക്കിപ്പോ ഒരു ഫോൺ വന്നു. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു മുറുക്കാൻ കടയുണ്ടല്ലോ, അവിടുത്തെ ആളാന്ന് പറഞ്ഞ് എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. മോളെ തളരരുത്, മനസ്സിനെ പിടിച്ചു നിർത്തണം. അതെ, നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് റെഡിയാകും. നമുക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ വണ്ടി വരാൻ പറയാം. ഏട്ടനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഇപ്പൊ ഒന്നും നോക്കണ്ട. അയ്യോ, ഫോണൊന്നും നോക്കണ്ട. ഞാൻ വിളിച്ച് കനകനോട് പറയാം. മോള് റെഡിയായി വാ, പെട്ടെന്ന് വാ. അതെ, അവിടെ ചെന്ന് ഇങ്ങനെ കരഞ്ഞ് എല്ലാവരും വിഷമിപ്പിക്കരുത്. മോളാണ് ധൈര്യം കൊടുക്കാൻ. എല്ലാവരും ഉണ്ട്. വയ്ക്കാം, വയ്ക്കാം. നടരാജനവിടെ ഓട്ടോ റെഡിയായി വരുമ്പോ ഓട്ടോ വരണം. വരും, കാര്യം നടക്കൂ. എനിക്ക് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കണം. ഞാൻ എത്ര നേരം എവിടെ വായി നോക്കിക്കൊണ്ടെന്ന് പിന്നെ പഴയ കൂട്ടുകാരെ സംസാരിച്ചു വിട്ടു. അയ്യോ, കൂട്ടുകാരനെ കൊണ്ട് സംസാരിക്കാം. നിന്നെ ജമന്തി മോളെ അല്ല ക്ലീറ്റോ ചേട്ടൻ പിന്നെ വരാം. ക്ലീറ്റോ ചേട്ടൻ തങ്കം ചേച്ചിയും കൂട്ടി അമ്മാവനെയൊക്കെ അറിയിച്ചിട്ട് എല്ലാവരും കൂടെ ഞങ്ങളങ്ങ് വന്നോളാം. പൂട്ട അതൊക്കെ ഞാൻ പൂട്ടിക്കോളാം. മോള് ചെല്ല്, പെട്ടെന്ന് ചെല്ല്. ഇനിയിപ്പോൾ അവിടെ ആരും ഇല്ലാന്നുള്ളത്. അതെ, നേരെ തച്ചോട്ടാവും മലയും കീഴ് കേട്ടോ. അവിടെ ചില വഴി പറഞ്ഞു എങ്ങോട്ട് തിരിയണ്ട, നേരെ വിട്ടാൽ മതി. ഇല്ല മോളെ, ആശ്വസിപ്പിക്കല്ലാരും കേട്ടോ. ഞങ്ങൾ എത്തിക്കോളാം. വിടാ 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 മോളെ, വരാം, പെട്ടെന്ന് വരാം. വിഷമിക്കല്ലേ, കരയല്ലേ കേട്ടോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. Alien versus Alien.